റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെയും നാറ്റോയുടെയും വിപുലീകരണത്തിന്റെയും പശ്ചാത്തലത്തിൽ റഷ്യയുടെ ആണവായുധ ശേഷി ഒരു പ്രധാന ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. റഷ്യൻ സ്റ്റേറ്റ് ആറ്റോമിക് എനർജി ഏജൻസിയായ റൊസാറ്റത്തിന്റെ തലവൻ അലക്സി ലിക്കാച്ചേവ് അടുത്തിടെ നടത്തിയ പ്രസ്താവന ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. റഷ്യ വലിയ ഭീഷണികൾ നേരിടുകയാണെന്നും അതിനാൽ രാജ്യത്തിന്റെ ആണവായുധ ശേഖരം തുടർച്ചയായി മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2022 യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ പ്രസിഡന്റ് പുടിൻ ആണവ പ്രതിരോധ സേനയെ ഉയർന്ന ജാഗ്രതയിൽ നിലനിർത്തിയതോടെ ഈ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം കൈവന്നു. റഷ്യയുടെ ആണവ നയം പ്രധാനമായും അതിന്റെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. നാറ്റോയുടെ കിഴക്കോട്ടുള്ള വികാസം, പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങൾ, യുക്രൈനുള്ള സൈനിക സഹായം എന്നിവ റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ വെല്ലുവിളികളുമാണ്. ഈ ഭീഷണികളെ നേരിടാൻ ആണവായുധങ്ങൾ അനിവാര്യമാണെന്ന് റഷ്യ കരുതുന്നു. ആണവ പ്രതിരോധം ഒരു പരിചയം വാളും പോലെയാണെന്ന് ലിക്കാച്ചേവ് വിശേഷിപ്പിച്ചതും ഈ തന്ത്രത്തിന്റെ ഒരു പ്രതിഫലനമാണ്. റഷ്യൻ സാമ്രാജ്യത്തിന്റെ അതിരുകൾ സംരക്ഷിക്കുന്ന ഒരു പരിചയമായി ആണവായുധങ്ങളെ കാണുന്നു. പരമ്പരാഗത സൈനിക ശേഷിയിൽ പാശ്ചാത്യ രാജ്യങ്ങൾ നേടിയേക്കാവുന്ന മേധാവിത്വം ആണവ ശക്തിയിലൂടെ ഇല്ലാതാക്കാൻ റഷ്യക്ക് സാധിക്കുന്നു.